അതായത് 12-ാം തീയതി പോകാൻ സ്പീക്കർ പങ്കെടുക്കണം എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ ആ ഡേറ്റ് സംബന്ധിച്ച് നേരത്തെ തന്നെ വ്യക്തത ഉണ്ടായതല്ലേ? ആ യാത്ര നേരത്തെ തീരുമാനിച്ചതല്ലേ? ഒരാഴ്ച മുമ്പ് തീരുമാനിച്ചതല്ലേ? അപ്പോൾ ഞാൻ 6 മാസം മുൻപ് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ മാതൃഭൂമിയുടേതും ഉൾപ്പെടെയുള്ള ചാനലുകൾ ഡൽഹിയിൽ നിന്ന് എൻ്റെ ബൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ അല്ല ഞാൻ പറയട്ടെ, ഞാൻ അല്ല ആശാസ് വർക്കർമാരുടെ കാര്യം ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട്. എയിംസ് പറഞ്ഞു, ആശാ വർക്കർമാർ. പക്ഷേ ഞാൻ ഇതിനെ റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ടല്ലോ. എന്താണ്, ഒരു വളരെ കുറച്ച് ആശമാരാണെങ്കിലും SUCയുടെ നേതൃത്വത്തിൽ കുറച്ച് ആശമാർ നമ്മുടെ ഇവിടെ സമരം ചെയ്യുന്നു. പിറ്റേ ദിവസം അവർ നിരാഹാരത്തിലേക്ക് പോകുന്നു. അപ്പോൾ തലേ ദിവസം വീണ്ടും NHM അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചർച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും. അപ്പം 12-ാം തീയതി ഈ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് പറയുമ്പോൾ ആശമാരുടെ സമരം തീർക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീരാതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് തലേ ദിവസം വീണ്ടും ആശമാരുടെ ചർച്ചയിലും ഈ കാര്യം പറഞ്ഞിരുന്നു. NHMൻ്റെ ചർച്ചയുടെ അതിനുശേഷമാണ് ഞാനുമായിട്ട് ചർച്ച നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തലേന്ന് തന്നെ കൊടുത്തു, അപ്പോയിൻമെൻ്റ് എടുത്തു. അല്ല, അതാണ് സാഹചര്യം. മനസ്സിലായി, വ്യക്തമായത് കരുതുന്നു. ഇത് വളരെ കഷ്ടമാണ്. അത്രേ ഉള്ളൂ. പക്ഷെ വളരെ ഇത് ഞാൻ പറയട്ടെ, അതിൽ ഇപ്പം സംസ്ഥാനത്തെയോ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയോ ക്രൂശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് കാണുന്നത്. അതിൽ ഏഷ്യാനെറ്റ് ന്യൂസും ചില മാധ്യമ പ്രവർത്തകരും ചില മാധ്യമങ്ങളും ഇതാണ് സാഹചര്യം. വളരെ ക്ലിയറാണ്. അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താണ്, ഈ പേര് പറഞ്ഞിട്ട് മന്ത്രി ഡൽഹിയിൽ ചെന്ന സമയത്ത് ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ല. 2 ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 ലക്ഷ്യങ്ങളുണ്ട്. കേന്ദ്രമന്ത്രിയെ കാണണമെന്നുള്ളതും രണ്ടാമത് ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കാം. നിങ്ങളുടെ രണ്ടാമത് ഞാൻ പറഞ്ഞു ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് സന്ദർശനം 2023 ജൂൺ മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്യൂബയിൽ നടത്തിയ സന്ദർശനത്തിൽ ഞാനും പങ്കാളിയായിരുന്നു. അതിൽ ഞാനുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡെലിഗേഷനിൽ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ 4 മേഖലയിൽ ആരോഗ്യവകുപ്പിൽ ഉപസമിതികൾ ചർച്ച ചെയ്യുന്നുണ്ട്. 1 ക്യാൻസർ വാക്സിൻ, 2 ഡെങ്കി വാക്സിൻ, 3 ഡയബറ്റിക് ഫുഡ് അൾസറിന് വേണ്ടിയിട്ടുള്ള മരുന്ന്, 4 അൽഷേമസ് പോലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള മരുന്ന് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 മേഖലയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ക്യൂബൻ ഡെലിഗേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ ഡെലിഗേഷൻ നമ്മുടെ ഒരു ഡോക്ടേഴ്സിൻ്റെ മുഴുവൻ ടീമും ഉണ്ടായിരുന്നു, ACS ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സഭ നടക്കുന്ന സാഹചര്യത്തിൽ 20-ാം തീയതിയിലെ ഈ ഞങ്ങൾക്ക് പോകുന്നതിന് മറ്റു മിനിസ്റ്റേഴ്സിന് ഇന്നലെ ധനപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ബിസിനസ് ഉണ്ടായിരുന്നു ഫ്ലോറിൽ. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവുമായിട്ട് കൂടി സംസാരിച്ചുകൊണ്ട് ഞങ്ങളെ 3 പേരെയും പോകാനായിട്ട് അനുവദിച്ചു. അതിനുശേഷം വീണ്ടും സമരം, അതിൻ്റെ ശേഷം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ്, ഇവരോട് വീണ്ടും നമ്മൾ ചർച്ച നടത്തി തലേ ദിവസം നടത്തുന്നു. ആ ചർച്ചയിലും ഇത് പിറ്റേന്ന് നിരാഹാരത്തിലേക്ക് പോകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് കാണണമെന്ന് തീരുമാനിച്ച് അപ്പോയിൻമെന്റ് എടുക്കുന്നു. ഇതാണ് സാഹചര്യം. ഇനി ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം, ഇത് വളരെ കഷ്ടമാണ്. കാരണം അല്ല, അത് അദ്ദേഹം തരും. ഞാൻ ഇന്നലെ ഡൽഹിയിൽ പറഞ്ഞ കാര്യവും ഇപ്പോൾ പറയുന്നത് തരട്ടെ, ഇല്ല തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെ പറഞ്ഞിട്ട് അല്ല ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് പത്രിക ഒന്ന് കാണിച്ച് അല്ല അക്കാര്യം ഇതൊന്ന് വായിച്ചു നോക്കിക്കാട്ടെ, ഒന്ന് വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ടേ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് അങ്ങൊന്ന് വായിച്ചു നോക്കണം. അല്ല, മാധ്യമങ്ങൾക്ക് എന്തും പറയല്ലോ. കേരളത്തിലെ ചില മാധ്യമങ്ങൾ, ഞാൻ ഇന്നലെ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ, ഡൽഹിയിൽ വ്യാജ വാർത്താക്കുറിപ്പ് കൊടുത്തതിനെ കുറിച്ച് അവരെന്നെ ഓർമ്മിച്ചു, ഞാനത് പറഞ്ഞു. ഇതൊന്ന് വായിച്ചു നോക്കിയാട്ടെ. 2000 LDFൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക 2021 തൊഴിൽ നയം 891 ഒന്ന് വായിക്കാമോ? അത് തൊഴിൽ നയത്തിൽ പൊതുവിൽ വരുന്നത്. ഇതൊന്ന് വായിച്ചേട്ടെ. അംഗനവാടി ജീവനക്കാർ വായിച്ചേട്ടെ. പറഞ്ഞാട്ടെ ഒന്ന്. അല്ല, ഇത് ഞാൻ പ്രകടന പത്രിക പറഞ്ഞു. അല്ല ഇത് ക്ലിയർ ചെയ്യാൻ
അല്ലെന്നേ, പ്രകടന പത്രിക നിങ്ങൾ 2021 കണ്ടതല്ലേ? അതിപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം. ഞാൻ പ്രകടന പത്രികയിൽ പറഞ്ഞത് LDF ചെയ്തു തന്നെയാ പോകുന്നത്. ഇനി അല്ല, പ്രകടന പത്രിക പറഞ്ഞത് കേന്ദ്ര വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കും, കാലോചിതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സമീപനം തുടർന്നിട്ടുണ്ട് ഈ സർക്കാരിന്റെ കാലത്ത്. അല്ല, അങ്ങ് തന്നെ ഇതൊന്നും എടുത്ത് വായിക്കും. അല്ല പറഞ്ഞാൽ പോരല്ലോ, വാർത്ത സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അങ്ങ് വായിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പൊ എന്നെ നിങ്ങൾ കാത്തുന്നത് എന്താണ്? എപ്പോഴാണ് ഞാൻ അപ്പോയിൻമെന്റിന് കത്ത് കൊടുത്തതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറിനോട് അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ കൊടുത്തായിട്ട് ഞാൻ കാണുന്നത് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം. നിങ്ങൾ ജന്മഭൂമി വാർത്ത കൊടുത്തു എന്നാണ് ഞാൻ കരുതുന്നത്. ജന്മഭൂമിയുടെ വാർത്തയ്ക്കകത്ത് ഇന്നലെയുടെ ടൈം ലൈനിൽ കിടക്കുന്നത് ആ ജന്മഭൂമി വാർത്തയ്ക്കകത്ത് അതിൻ്റെ തലേ ദിവസം കൊടുത്തു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇന്നലെ കൈരളിയുടെ റിപ്പോർട്ട് എന്നോട് ചോദിച്ചു കൊടുത്തതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടോ? അതിൻ്റെ അന്നേരം തന്നെ ഞാനത് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത സാഹചര്യവും കേന്ദ്രമന്ത്രിയോട് പറയും എന്നുള്ള പറഞ്ഞതും വളരെ വ്യക്തമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് തേടിയത് കുറ്റകരമാണ്, ആ അപ്പോയിൻമെൻറ്റ് തേടിയതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 12-ാം തീയതി സ്പീക്കർ മിനിസ്റ്റർക്ക് പോകാനുള്ള അനുമതി മിനിസ്റ്റർക്ക് തരുന്നു. 12-ാം തീയതി തന്നെ തരുന്നു കേന്ദ്രമന്ത്രിയെ കാണാനുള്ള. നദ്ദയുടെ ഓഫീസ് പറയുന്നത് ബുധനാഴ്ച രാത്രിയോട് കൂടിയാണ്. അല്ല, ഞാൻ അങ്ങോട്ട് പേരെന്താ, എനിക്ക് വ്യക്തിപരമായ പ്രശ്നമില്ല. നിങ്ങളുടെ സ്ഥാപനത്തിലെ ചില മാധ്യമപ്രവർത്തകരുടെ പ്രശ്നമാണ്. ഷാമിനോട് എനിക്ക് ഇതില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2016 മുതൽ ഇത് കാണുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായി ഏഷ്യാനെറ്റ് ന്യൂസിനോട് നിങ്ങളുടെ സമീപനങ്ങളോട് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന നിങ്ങൾ ഉയർത്തുന്ന വിഷയം എനിക്കെതിരെയുള്ള ആക്രമണത്തോട് ഞാൻ വളരെ കൃത്യമായ നിലപാടെടുത്ത് തന്നെയാണ് പോകുന്നുള്ളത്. ഞാൻ ഈ വിഷയം മാതൃഭൂമിയുടെ റിപ്പോർട്ടർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഞാൻ ഡൽഹിയിൽ പോയിട്ട് തിരിച്ചിവിടെ എത്തുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എപ്പോഴാണ് കൊടുത്തത്? 12-ാം തീയതി അനുവാദം തന്നില്ലേ, എന്തുകൊണ്ട് 12-ാം തീയതി ചോദിച്ചില്ല? ഞാൻ ആ സാഹചര്യം വളരെ കൃത്യമായി പറഞ്ഞു. ഇപ്പം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇവിടെ ഇവർ വീണ്ടും സമരത്തിലേക്ക് നിരാഹാരത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിയെ ഇപ്പോൾ ആദ്യമായിട്ടല്ല ഞാൻ കേന്ദ്രമന്ത്രിയെ കാണുന്നത് എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് 6 മാസം മുൻപ് ഞാൻ ഈ ഒരു സമരം അതിനു മുൻപ് സംഘടനകളെല്ലാം തന്നെ അതിൽ CIT-യുടെയും INTUC-യുടെയും STU-വിൻ്റെയും ഒക്കെ സംഘടനകൾ വന്ന് പറയുന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുള്ളത്. അതിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അനുവാദം എടുത്തതാണോ തെറ്റ്? ഇനി ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നിങ്ങളുടെ ഡൽഹിയിൽ ഞാൻ നൽകിയ ബൈറ്റ് കൂടി ശ്രദ്ധിക്കുക. ആ ബൈറ്റിൽ എന്താണ് പറയുന്നത്? അതായത് അദ്ദേഹം പാർലമെൻറ്റിൻ്റെ തിരക്കായതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്നറിയില്ല. അദ്ദേഹം അപ്പോയിൻമെൻറ്റ് തരുമ്പോൾ കാണും, അല്ലെങ്കിൽ ഞാൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് ചില മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്താണ്?